ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കോഴിക്കോട് ഷഹല എന്ന് പറയുന്ന ഒരു ലേഡി തൻ്റെ പ്രവാസിയായിട്ടുള്ള ഭർത്താവ് നാട്ടിൽ വന്നേക്കുന്ന ആ ഒരു സമയത്തേക്ക് ഒളിച്ചോടി പോയേക്കുന്ന ആ ഒരു വാർത്ത ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു ഭർത്താവിൻ്റെ ഒപ്പം ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധം വേർപെടുത്തിയിട്ട് മറ്റൊരാളുടെ ഒപ്പം ജീവിക്കാനുള്ള എല്ലാവിധ നിയമ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുള്ള സ്ഥിതിക്ക് ഇങ്ങനൊരു കാര്യം അവർ ചെയ്തത്, അതായത് സ്വന്തം കുഞ്ഞിനെയും കൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. ഇപ്പോൾ ഭാര്യയും കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് വന്ന് പറയേണ്ടി വരുന്നത് അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അതൊന്നും ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. പിന്നെ ആ സ്വർണ്ണമൊക്കെ എടുത്തിട്ടാണ് പോയെന്നുള്ളത് പറയുന്നുണ്ട്. മേ ബി ആ ഒരു വ്യക്തി വാങ്ങിച്ചു കൊടുത്ത സ്വർണ്ണമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ലേഡി സ്വയം വാങ്ങിച്ചേക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾ ഇങ്ങനെ നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആ ഒരു ബന്ധം വേർപെടുത്തി മറ്റൊരാളോടൊപ്പം ജീവിക്കാനുള്ള എല്ലാവിധ നിയമ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുള്ള സ്ഥിതിക്ക് ഇങ്ങനെ നിങ്ങൾ ചെയ്തേക്കുന്നത് ആ ഒരു കുഞ്ഞിനെ കൊടുത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ചെയ്തേക്കുന്ന, ആ ഭർത്താവിൻ്റെ അടുത്ത് ബാക്കി എല്ലാം വിട്ടേക്ക് ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെയ്തേക്കുന്ന വലിയൊരു തെറ്റ് തന്നെയാണ്. കാരണം ആ ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞിനുണ്ടാക്കി കൊടുക്കുന്ന വലിയൊരു ട്രോമ. ഇപ്പം നാട് മൊത്തം നിങ്ങൾ എന്താണ് നാറി അച്ചാറായില്ലേ. ഇപ്പം സ്വന്തം ഭർത്താവിനെ, പ്രവാസിയായിട്ടുള്ള ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുത്തൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി. ആ ഒരു വ്യക്തിക്ക് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുമാതിരി നാണം കെട്ട് നിങ്ങൾക്ക് അതിനൊന്നും പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ ഒരു കുഞ്ഞിൻ്റെ കാര്യമെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാണെന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ആ പ്രവാസിയായിട്ടുള്ള ഇവരുടെ ആ ഒരു ഹസ്ബൻഡ് മീഡിയാസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് ജയ്സൽ. ഞാൻ കിനാലൂർ ഏഴണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയും കുട്ടിയെയും വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര DYSPന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ളൊരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിൻ്റെ മുന്നേ വിവാഹം കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളം ഞാളങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചതാണ്. നാട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ കുറച്ച് സാമ്പത്തിക വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമത് ഞാൻ വിദേശത്തേക്ക് പോയത്. ഇപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം തന്നെ കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എൻ്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാനുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതിനൊരു പരിസമാപ്തിയിൽ എത്തണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. കാര്യം സ്വന്തം മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പിന്നീട് ഒളിച്ചോടി പോയ ഭാര്യയുടെ കാര്യം പറയേണ്ടി വരുന്നു. പിന്നെ നാട്ടിൽ ഒരു പ്രവാസിയായിട്ടുള്ള ഒരു വ്യക്തി തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്തേക്ക് എൻ്റെ ഭാര്യനെ കാണുവാനില്ല, ഒളിച്ചോടി പോയതാണെന്നൊക്കെ പറയേണ്ടി വരുന്നത് അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. പിന്നെ പുള്ളി ഇവിടെ പറയുന്ന പുള്ളിയുടെ ഇവർക്കിടയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഇനിയിപ്പം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇപ്പം ആ ഒരു ലേഡിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നിയമപരമായിട്ട് അങ്ങനെ മൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇവിടെ വേറെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പം ആ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇപ്പം ഈ അടുത്ത് തന്നെ രഞ്ജിഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി സ്വയം ജീവൻ ഒടുക്കിക്കുന്ന വാർത്തയെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ പോലും എന്താണ് കോടതിയുടെ ഭാഗത്ത് വന്നേക്കുന്നത്, ഇത്രയും വർഷങ്ങളും ആ ഒരു കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടായിരുന്ന ആ രഞ്ജിഷ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ആ ഒരു കുഞ്ഞിനെ വേർപെടുത്തിയിട്ട് ആ ഇന്നലെ പെട്ടെന്ന് ഒരു ദിവസം കയറി വന്നേക്കുന്ന ആ ഒരു അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ പോലും കോടതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിധിയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടാനൊന്നും വലിയ പ്രയാസ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഈ കാണിച്ചേക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധ തെണ്ടിത്തരം തന്നെയാണ്. ഇത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഇപ്പം നിങ്ങളുടെ സൈഡ് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം 2 പേരുടെ കാര്യം ഇപ്പം
നിലവിൽ വന്നേക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ഞാനിവിടെ കാണുന്നത് നിങ്ങൾ ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് തന്നെയാണെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനിയും ഇത് ആറൊപ്പമാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ വീഡിയോ ഉണ്ടായിരുന്നു, നമുക്കത് കാണാം. ഞാൻ പെട്ടുപോയതാണിക്ക, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അബദ്ധം പറ്റി പോയിക്ക, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ സ്വീകരിക്കണിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് വരും. അപ്പോ സഹോദര സ്വീകരിക്കരുത്. കാരണം ഒരിക്കൽ ചാടിയത് പിന്നെ ചാടിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു, ഇവന്റെ ഫോട്ടോ വെച്ചിട്ട് ഇവളെ ഒളിച്ചോടി പോയത്. ഞാൻ ഒരുപാട് ആളുകൾ ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് പല ആളുകളും പറയുന്നത് കേട്ടു, അയ്യോ ഇവര് പിന്നെ ചാടിപ്പോയതല്ല, ഇവളെ ഒളിച്ചോടി പോയതല്ല, ഇവളെ അവന്റെ കൂടെ പോയതല്ല, അവളെ എന്തെങ്കിലും മിസ്സിംഗ് ആയിരിക്കോ, തട്ടിക്കൊണ്ട് പോയതായിരിക്കോ, നീയാണോ കോടതി, നീയാണോ നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പറയുന്നത്. ഇതാ ഇവന്റെ കൂടെയാണ് ഇവിടെ ഒളിച്ചോടി പോയത്. ഇവൻ ഒരു മൊബൈൽ ഷോപ്പ് കടക്കാരനാണ്. ഈ മൊബൈൽ ഷോപ്പ് കടക്കാരൻ ഇവനിക്ക് 3 കുട്ടികൾ ഭാര്യയുണ്ട്. ഇവന്റെ കൂടെയാണ് ഒളിച്ചോടി പോയത്. അപ്പം ആ പ്രശ്നം തീർന്നല്ലോ. ഇനിയിപ്പോ നാളെ ഇവരെ എവിടെന്നെങ്കിലും കണ്ടെത്തി കോടതിയിൽ എത്തിയിട്ടാകും അവൾ അനുഭവിക്കാൻ ആ സ്വർണ്ണം തീരോളം കളിക്കും. ആ സ്വർണ്ണം തീർന്നു കഴിഞ്ഞാൽ അവനിക്ക് മടക്കും. ഒളിച്ചും പാത്തും നടക്കുമ്പോൾ ഉണ്ടല്ലേ നല്ല രസം ഉണ്ടാവും. ഇത് സ്വന്തമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്ര മതിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇത് തീരുമ്പോൾ ഇവളിപ്പം വരും, വന്നിട്ട് എനിക്ക് തെറ്റുപറ്റി പോയി, എനിക്ക് നിങ്ങളൊക്കെ അല്ലാതെ നിങ്ങൾ ജീവനാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. ആ കുട്ടീനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കും. കാരണം എന്താ, ഇവളെ ഇനി നിങ്ങൾ എത്ര സ്വീകരിച്ചാലും ഒരിക്കൽ മതിയായി ഇത് ചാടിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് ആള് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളത് ആ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. പിന്നെ ഇവിടെ ഈ ഒരു കാറിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ പുള്ളി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മേ ബി ഇതിനകത്തല്ല ആയിരിക്കും അവർ പോയിട്ടുണ്ടാവുക. അപ്പം എന്താണെങ്കിലും ഇതിനകത്ത് ആ ഒരു ലേഡി പോയേക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഓൾറെഡി ഒരു ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഓൾറെഡി മക്കളും ഭാര്യയും ഉള്ളൊരു വ്യക്തിയോടൊപ്പം നിങ്ങൾ ഇറങ്ങി പോകുമ്പോഴത്തേക്കിനും നാളെ ആ പറയുന്ന വ്യക്തി മറ്റൊരു സ്ത്രീനെ കാണുമ്പോഴത്തേക്കിനും അവരുടെ പുറകെ പോവില്ല എന്ന് എന്താണ് ഉറപ്പ്? അത് നിങ്ങൾക്ക് സ്വയമേ ഒന്ന് ചിന്തിച്ചാൽ മതിയില്ല. ഒരാളുടെ ഒപ്പം പോകുമ്പോഴത്തേക്കിന് തൻ്റെ സ്വന്തം ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും കിട്ടാത്ത എന്ത് കാര്യമാണ് മറ്റൊരു അന്യപുരുഷന്റെ ഭാര്യയിൽ നിന്നും ആ ഒരു വ്യക്തി കിട്ടിയതെന്നുള്ളത് സ്വയം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതിയാകുമായിരിക്കും. കാര്യം നാളെ ഇപ്പം അയാൾ നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്നുള്ളത് എന്ത് ഉറപ്പ് പറയാൻ പറ്റും? ഇപ്പം സ്വർണ്ണമൊക്കെ എടുത്തിട്ട് പോയതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ സ്വർണ്ണമൊക്കെ തീരുമ്പോഴത്തേക്കിന് നിങ്ങളുള്ള സ്നേഹം നഷ്ടപ്പെടുമോ? ലോകത്തിൻ്റെ മുന്നിൽ മൊത്തം നാണം കെട്ടി ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പരിതാപകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വിശാൽ മീഡിയ എന്ന് പറയുന്നതിനകത്ത് ഒരു പുള്ളി ഇട്ടേക്കുന്ന വീഡിയോ ഉണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അപ്പോൾ ഇതെന്താണെന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹലാഷറി എന്നുള്ള 30 വയസ്സുള്ള യുവതിയും 7 വയസ്സുള്ള അതിന്റെ മോനും കാണാതായി. എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത്. പോലീസൊന്നും പരിശോധിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സത്യത്തിൽ കാര്യമായിട്ട് പോലീസ് പരിശോധിച്ചിട്ടില്ല. ആ സമയത്ത് ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. കൂട്ടിന്ന് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും മറ ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് ഒരു യുവതിയാണ്. ബാങ്കിൽക്കാണെന്ന് പറഞ്ഞ് കനറ ബാങ്കിൽക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അത് മുൻകൂട്ടി പ്ലാനാണ്. കാരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഒരാളും ഒരു വീട്ടിൽ നിന്ന് ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭർത്താവിന്റെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ലാന്നാണ്. അതെന്തായാലും പച്ചക്കള്ളമാണ്. ഒരു പ്രശ്നമില്ലാതെ ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവില്ല. പിന്നെ പ്രശ്നം ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. ഭർത്താവ് അതാണ് ആ വീഡിയോയിൽ പറയുന്നത്, എനിക്ക് എന്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. അപ്പോൾ ഇവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറയുന്നില്ല. അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷേ ഇവർ നമ്മുടെ സ്റ്റേറ്റ് വിട്ടു പോയിട്ടില്ല. ഇവർ സ്റ്റേറ്റ് വിട്ടു പോയിട്ടില്ല. ഇവരുടെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളൊക്കെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഇവർ നാട്ടിൽ തന്നെ ഉണ്ട്. ഇവർ ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് ഇവർ തിങ്കളാഴ്ച ഒരു കോടതിയിൽ ഹാജരാകും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കുകയാണെന്നായിരിക്കും ഈ ഒരു സ്ത്രീ പറയാം. ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളെ നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. എന്ത് കാലാലേ ഇതുപോലത്തെ ആഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബന്ധങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള സ്ത്രീകളെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കൂടെ സ്നേഹം കാണിച്ചു വരുന്ന ഒരാൾക്ക് ഭാര്യ മക്കളൊക്കെ ഉള്ള ഒരാൾ അവരുടെ കാര്യം കൃത്യമായിട്ട് നോക്കാതെ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ 100% അത് കള്ളത്തരാണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഭാര്യ ഭർത്താവും തമ്മിൽ പല ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോഴാക്കും ഇടയ്ക്ക് മൂന്നാമതൊരാളായിട്ട് ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ നല്ല ഫ്രണ്ടും നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കും. പിന്നീട് സങ്കടങ്ങൾ പറഞ്ഞിട്ടത് ഒഴിവാൻ പറ്റാത്ത റിലേഷൻഷിപ്പായിട്ട് മാറുകയാണ്. അപ്പോഴാണ് ഇറങ്ങി പോവുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇറക്കി കൊണ്ടുപോകുന്നവരിൽ നല്ലൊരു പങ്കുമാരായിരിക്കും വിവാഹിതരായ ആളുകൾ. അപ്പോൾ അത്രയും വലിയ ആവേശം കെയറിങ്ങും കൊടുക്കുന്ന ആൾ എന്താണ് ഇവന്റെ ഭാര്യയ്ക്ക് അത് കൊടുക്കാത്തത്? ഇവന്റെ മക്കൾക്ക് ഈ കെയറിങ്ങും സ്നേഹവും പരിഗണനയും കൊടുക്കാത്തത്? അതൊന്നും കൊടുക്കാതെ വേറൊരുത്തന്റെ ഭാര്യയോട് സ്നേഹം പരിഗണനയും കൊടുക്കുന്നതിന് നിങ്ങൾ എന്ത് വിശ്വസിച്ചാണോ അവന്റെ കൂടെ ഇറങ്ങി പോകുന്നത്? ഒരു തരത്തിലും നിങ്ങളുടെ ലൈഫിൽ ശാശ്വതമായ സന്തോഷം വർക്കത്തും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടാവും നിങ്ങൾ പോയിട്ടുണ്ടാവും. അതിന് ഞാൻ കുറ്റം പറയില്ല. കാരണം ഒരു സ്ത്രീയും ഒളിച്ചോടുന്നതല്ല, രക്ഷപ്പെട്ടു പോകുന്നതാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇങ്ങനെ ഓടിപ്പോണവരുള്ളൂ. ബാക്കിയൊക്കെ അവനവന്റെ ലൈഫിൽ കുറെ പ്രയാസങ്ങൾ നമുക്ക് പോണതാണ്. ആ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ചീനച്ചട്ടിയിൽ നിന്ന് വലിയ തീക്കുണ്ടാർത്തേക്ക് ചാടുന്ന അവസ്ഥയിലെ. പിന്നെ പലർക്കും ഉള്ള വേറൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ നിയമസഹായത്തിന്റെ പിന്തുണയിൽ പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് പലർക്കും ഉള്ള വേറൊരു പ്രശ്നം ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂസ്, തൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ അതിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ വലിയ പ്രശ്നങ്ങളാവും. ലാസ്റ്റ് അങ്ങ് കുറച്ചൊരു പ്രോസസ്സ് എടുക്കുമല്ലോ, കുറച്ച് ടൈം പീരീഡ് എടുക്കുമല്ലോ. അപ്പം അതുകൊണ്ട്
അത്രയും കാലതാമസത്തിന് താമസിക്കാൻ വയ്യ എന്നൊക്കെ എല്ലായിരിക്കും പലർക്കും പറയേണ്ടാവുന്ന ഒരു കാര്യം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ് ഏതൊരു സ്ത്രീയുടെ അടുത്ത് ഏതൊരു ലേഡിയുടെ അടുത്താണെങ്കിലും പറയാനുള്ളത്. ഏതൊരു ലേഡി ആണെങ്കിലും ഏതൊരു പുരുഷനാണെങ്കിലും ശരി, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ജീവിക്കാനെ കൊണ്ട് നിയമ സംവിധാനത്തിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ഫാമിലീനെ പിന്നെയും ഇത്തരത്തിൽ അവരുടെ കീഴിൽ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യകത കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ ഞാനിത് പറയുമ്പോൾ ഒരിക്കലും ആ ഒരു ലേഡീനെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞതോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു റിയാലിറ്റി പറഞ്ഞതാണ്. കാര്യം ഇവർ ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഇത്തരത്തിൽ പലപ്പോഴും ഈ എന്താ പറയുക, ഈ വിദേശത്ത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ഭാര്യമാരെ എപ്പോഴും കൂടുതൽ നേരിടേണ്ടി വരുന്ന പല ഞർമ്മമാറായ ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യമായിരിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ളത്. ആ ഒരൊറ്റ ചോദ്യത്തിന്റെ പുറത്തായിരിക്കും ഇവന്മാരെല്ലാം പിടിച്ച് ഓരോ സാധനങ്ങളൊക്കെ കയറുന്നത്. ആൻഡ് ഇത് എത്രയോ നമ്മൾ സിനിമകളിനകത്തും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പല വിഷ്വൽസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് അവിടെ ഒരു വലിയൊരു നോ പറയാൻ പറ്റുന്ന ആളുകൾക്കായിരിക്കും അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുക. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലോട്ട് അവർ കാര്യങ്ങൾ അവരുടെ ജീവിതം മാറുന്ന സമയത്തേക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ആ ഒരു സമയത്തേക്ക് ഇങ്ങനെ വരുന്ന അവന്മാരെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഉദ്ദേശങ്ങൾ പലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് സിമ്പിളായിട്ട് ചിന്തിക്കുക, സ്വന്തം ഭാര്യയിൽ നിന്നും മക്കളുടെ അടുത്തും കാണിക്കാത്ത എന്ത് ആത്മാർത്ഥതയും എന്ത് കെയറിങ്ങും എന്ത് കാര്യങ്ങളൊക്കെ ആയിരിക്കും മറ്റൊരാളുടെ ഭാര്യയുടെ അടുത്ത് ഇവർ കാണിക്കുക എന്നുള്ളത് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രേ നിങ്ങൾ നോക്കണുള്ളൂ. നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഒരാൾ വിവാഹിതനായിരിക്കും മിക്കവാറും. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ പോകുന്ന ഒരു നല്ലൊരു പങ്കും എന്താണ് ഈ മുസ്ലിങ്ങളായിട്ട് മാറാൻ കാരണം താത്തമാരാണ് ഈ പോണത്. കാരണം ഞാൻ അത് പറയാൻ കാരണം ഞാൻ ഏതെങ്കിലും മതത്തിന് കുറ്റം പറഞ്ഞതല്ലട്ടാ. കാരണം ഒരു മിസ്സിംഗ് ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ്. അതിൽ ഏത് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഏത് പെൺകുട്ടി മിസ്സിംഗ് ആയാലും അതിൽ വരും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അതിൽ പ്രധാനമായിട്ടും ഒന്ന് കൊല്ലം പിന്നൊന്ന് മലബാർ മേഖലയിലുള്ള ആളുകളാണ്. എൻ്റെ പൊന്നു കേട്ടാ, ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഈ മുസ്ലിം താത്തമാരാണ് പിന്നെ കൊല്ലത്തുനിന്നും മലപ്പുറത്തുനിന്നും ഇത് എന്തിനാണ് എൻ്റെ പൊന്നു ബ്രോ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നത്? ഇത് ഓരോരുത്തർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അവരുടെയൊക്കെ സ്വഭാവത്തിനെയൊക്കെ ആസ്പദമായിട്ടൊക്കെയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത്. അല്ലാതെ മുസ്ലിം താത്തമാരായതുകൊണ്ടോ അല്ലെങ്കിൽ കൊല്ലത്തുള്ളവരായതുകൊണ്ടോ മലപ്പുറത്തുള്ളവരായതുകൊണ്ടോ ഒന്നും അല്ല. ഓക്കെ, വേറെയുള്ള ജില്ലകളിലുള്ള ആൾക്കാരൊന്നും പോകുന്നില്ലേ? വേറെയുള്ള ഈ മതമൊക്കെ പറയുമ്പോഴത്തേക്കും വേറെ മതത്തിൽപ്പെടുന്ന ആൾക്കാരൊന്നും അങ്ങനെയൊന്നും പോകുന്നില്ലേ? നിങ്ങൾ പോയേക്കുന്ന നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ ഇട്ടേക്കുന്ന ഇങ്ങനത്തെ സംഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കുക. തത്തമാർ നിങ്ങൾ പറയുന്ന പ്രകാരം അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കുക. എന്നാൽ നിങ്ങൾ വേറൊരു ഗ്രൂപ്പിൽ കയറി നോക്കുക, അതിനകത്ത് ചിലപ്പോൾ മറ്റ് മതസ്ഥരിലുള്ള അത്ര ആൾക്കാരെ വരിട്ടായിരിക്കും വരിക. അപ്പം നിങ്ങൾ പറയുക ഇന്ന മതത്തിലുള്ളവരാണ് കൂടുതലെന്ന് പറയുക. ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും പറയരുത്. താത്തമാരാണ് കൂടുതൽ പോകുന്നത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ദയവ് ചെയ്ത് പറയരുത്. കാര്യം വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള എത്രയോ മുസ്ലിം നാമധാരികളുടെ സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഡൻസി നിൽക്കുന്ന ആൾക്കാരാണ്. ദയവ് ചെയ്ത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ദയവ് ചെയ്ത് നിങ്ങൾ പറയാണ്ടിരിക്കുക. അങ്ങനെ ജനറലൈസ് ചെയ്ത് ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇതെന്താണെന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വളരെ പാവങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല. ഒരു മിഡിൽ ക്ലാസ്സോ അതിന് മുകളിലുള്ള ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവരാണ് ഇങ്ങനെ ഇറങ്ങിപ്പോണത്. അപ്പോൾ മുസ്ലിം താത്തമാരാണ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളുമായിട്ട് ഇറങ്ങിപ്പോകുന്നത്. മക്കളുമായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ എന്താ അറിയോ? കേസിലൊന്ന് ബലം കുറയും. ഞാൻ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. പിന്നെ ഇവർ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. പാവം ജസീൽ എന്നുള്ള ഭർത്താവ് 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു കാലമായ നാട്ടിൽ കൂലിപ്പണിയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് മൂപ്പര് ഗൾഫിലാണ്. അപ്പുറത്തുള്ള ഒരാൾ വിവാഹം കഴിഞ്ഞിട്ട് 2-3 മക്കളുള്ള ഒരാൾ. ആ ഭാര്യയുടെ ശാപം തന്നെ പോലെ നിങ്ങളുടെ ലൈഫ് തകരാൻ നോക്കാൻ. അയാളുടെ ഭാര്യ കൊണ്ടുപോയ ഒരാളുടെ ഭാര്യ സമ്മതിക്കണം, ഇങ്ങോട്ട് കടന്നു വരും മക്കളെ, ഞാൻ നിങ്ങളെ സ്വീകരിക്കാന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടാവില്ല. മനസ്സറിഞ്ഞിട്ട് ഒരു ഭാര്യയും രണ്ടാമത്തെ ഭാര്യനെ സ്വീകരിക്കില്ല. അപ്പോൾ അതൊന്നും വല്ല വിഷയം. ഇതൊരു നൈമിഷികമായ ഒരു സുഖമാണ്. ഇങ്ങനെ ഫോണിൽ കൂടെ ബന്ധമുള്ള ഒരു എക്സ്ട്രാ മാറ്റിൽ അഫെയറുള്ള ഒരു സുഹൃത്ത് നൽകുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അതിന് ഭയങ്കര ടേസ്റ്റ് തോന്നും. പക്ഷേ ഇത് കാര്യത്തോട് അടുത്ത് കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു സാധനം ഉണ്ടാവില്ല. സത്യം, നമ്മുടെ ഷാജി പാപ്പൻ പറഞ്ഞ പോലെ ഈ അവിഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാണ്. നാട്ടുകാർക്ക് മൊത്തം നാട്ടം അടിച്ചെന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് മുടിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും ഇതിന് എന്ന് പറയുന്ന പോലെയാണ്. പിന്നെ ഇതിനകത്ത് ഇവർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം, ഈ ഒരു ലേഡി അങ്ങനെ പോകുമ്പോഴത്തേക്കിന് ഈ പോകുന്ന വ്യക്തിക്ക് മറ്റൊരു ഭാര്യയും മക്കളും ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഇവരൊന്ന് ചിന്തിക്കണ്ടേ? അപ്പം അവരുടെ അടുത്ത് ഇവർ കാണിക്കുന്ന വലിയൊരു ചതിവല്ലേ? ഓൾറെഡി ആ പോയേക്കുന്ന ആരുടെയൊപ്പമാണ് അവൻ കാണിച്ചേക്കുന്നത് തന്നെ വലിയൊരു വഞ്ചന, വലിയൊരു ചതിയാണ് അവരുടെ അടുത്ത് കാണിക്കുന്നത്. അതിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ ചതിക്ക് കൂട്ട് നിൽക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. ഇവർ ഓൾറെഡി ഇവരുടെ ഭർത്താവിനെയും മക്കളെ വെച്ചിട്ട് ആ ഒരു രീതിയിൽ ഇവർ ചെയ്യുന്നു. ഒപ്പം ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ മറ്റൊരാളുടെ ഭാര്യയുടെയും മക്കളെയും കൂടെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുളം തോണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയല്ലേ? സ്വയം ഒന്ന് ചിന്തിച്ചാൽ പോരെ ഇവർക്കൊക്കെ എന്തെന്നൊക്കെയാണിത്. മാർക്കും വിയോജിപ്പുണ്ട്. ഇനി ഭർത്താക്കന്മാരോടാണ്. ഭാര്യമാർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ വീടോ സ്വർണ്ണോ ആഭരണോ ഒന്നുമല്ല. അവർക്ക് ചില ഭാര്യമാർക്ക് കിട്ടേണ്ടത് കിട്ടണം. അപ്പോൾ ഒരു സെക്സും അല്ല. ഇത് ഓരോരുത്തർക്കും ഓരോന്നാണ്. 3 തരം സ്ത്രീകളുണ്ട്. ആ 3 തരം സ്ത്രീകളെ നമ്മൾ കൃത്യമായിട്ട് ആണുങ്ങൾ പഠിക്കണം. ഇന്ത്യ ഭാരതത്തിൽ ഏതാണ്
എൻ്റെ മാതിരി അവർക്ക് കിട്ടേണ്ടത് കൊടുത്തെങ്കിൽ മാത്രമാണ് അവരുടെ ഉള്ളിൽ ഒരു മനസ്സംതൃപ്തി ഉണ്ടാവുള്ളൂ. ചില മണ്ടന്മാരായ ആണുങ്ങളുടെ വിചാരം അവൾക്ക് നല്ല സെക്സിൻ്റെ കുറവാണ്, മണ്ണാങ്കട്ടയാണ്, അവൾ കാണുന്നത് ഇതിന് മേറ്റൽ റൈപ്പായിട്ടാണ് കാണുക. ചില ആളുകൾ അവൾക്ക് നല്ല കാശിന് നല്ല കാറും തൊക്കെ, അവൾക്ക് കാറും സൗകര്യങ്ങളും വീടൊന്നും അല്ല ആവശ്യം. അവൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അതിനാദ്യങ്ങൾ ഈ ഭാര്യമാരെ മനസ്സൊന്നും അറിയണം, ഒന്ന് ഉള്ളിൽ തുറന്ന് സംസാരിക്കണം. ഒരു കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഒരു സ്ത്രീ എന്ത് ചെയ്യില്ല അറിയില്ല. നമ്മൾ ആ പുരുഷന്മാരോടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹമൊന്നും കാണാതെ അവരെ സ്നേഹം കാണാതെ വേറെ ആരോടെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം ക്രൂരതയാണ് ചിന്തിക്കുന്നത്. അത് വേറൊരാളെ പ്രോപ്പർട്ടിയാണ്, വേറൊരാളെ ഭാര്യയാണ്. നിങ്ങളുടെ ഭാര്യയുടെ സൗന്ദര്യം നിങ്ങളുടെ കണ്ണിൽ കാണില്ല. കാരണം നിങ്ങൾ അവരുടെ പെരുമാറ്റമാണ് പ്രശ്നം. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഈ രൂപ ഭംഗിയൊക്കെ ഇപ്പോൾ കാണുമ്പോഴേ ഉള്ളൂ. വേറൊരാൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ എന്തൊരു ഭംഗിയുള്ള ഒരാളല്ലേ എന്ന് തോന്നും. പക്ഷെ പെരുമാറാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ പോകും. ആ പെരുമാറ്റം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിലേക്ക് കൊണ്ടുപോയോ? കാമുകിക്ക് കൊടുക്കുന്ന സ്നേഹം, കാമുകിക്ക് കൊടുക്കുന്ന കെയറിങ്, അവരോട് കാണിക്കുന്ന പഞ്ചാരവാക്ക് സ്വന്തം ഭാര്യയോടെന്ന് പറഞ്ഞോക്ക് അതേ സ്നേഹം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഈ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നേരെയാക്കാന്നല്ലാതെ ഇതുപോലത്തെ ഒരു രീതി ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ ഒരു കാര്യം ഞാൻ വീണ്ടും പിന്നെ ചിലരുടെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എക്സ്ട്രാമാരിറ്റൽ അഫെയറിലോട്ട് പോകുന്നതിൽ പലരുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പാർട്ണറിൽ നിന്നും അയാളിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു 90% കാര്യങ്ങൾ ഉണ്ടായിരിക്കും, എന്നാൽ ഒരു 10% അവർ എക്സ്പെക്ട് ചെയ്തതിന് അത്രയും, അല്ലെങ്കിൽ ആ ഒരു തൻ്റെ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാനെ കൊണ്ട് അവസാനം ബാക്കി നിൽക്കുന്ന ആ ഒരു 10% പറ്റിയെന്നുള്ളത് വരത്തില്ല. അപ്പം ഈ ഒരു 10% കണ്ടിട്ടായിരിക്കും മറ്റൊരാളുടെ ഒപ്പം ആണെങ്കിൽ ഈ ഒരു ബന്ധത്തിനോ കാര്യങ്ങളൊക്കെ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് തൻ്റെ ഈ ഒരു പാർട്ണറിലുള്ള 10%, ഈ ഒരു പാർട്ണറിൽ ഇല്ലാത്തൊരു 10% ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കാം എന്ന് കരുതിയിട്ട് ഈ പാർട്ണറിലുള്ള ബാക്കി 90% ആ ഒരു വ്യക്തിയിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അവിടെ ആ ഒരു 10% എൻജോയ് ചെയ്ത് ആ ഒരു എക്സ്പെക്ടേഷനൊക്കെ മീറ്റ് ചെയ്ത് അതെല്ലാം ഒന്ന് എൻജോയ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും റിയാലിറ്റിയിൽ എത്തുന്നത്. കാര്യം ബാക്കി ആ ഒരു 90% അയാളിലില്ല. കാര്യം തൻ്റെ ആ ഒരു പാർട്ണറിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് ആ ഒരു വ്യക്തി എത്തും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്തേക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു പടുകുഴിയിലോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ആണത്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. ഇവിടെ ഒരാളുടെ ഒപ്പം ജീവിക്കാനെ കൊണ്ട് താല്പര്യമില്ല, എന്തും ആയിക്കോട്ടെ. ഇപ്പൊ പ്രത്യേകിച്ച് ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവണമല്ലോ. ചില ആൾക്കാർ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നത്. ചില ആളുകളെ ഒട്ടും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലാണ്. എന്തും ആയിക്കോട്ടെ, അവിടെ അവർക്കൊരു കുട്ടിയുണ്ട്. അങ്ങനെ ഒരു കുട്ടിയുള്ള നിലയിൽ ആ കുട്ടിക്ക് ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തേക്ക് ഇത്രയും വാർത്തയാവുന്ന സമയത്തേക്ക് മീഡിയാസിൽ ആ കുട്ടിയുടെ ഫോട്ടോ വരെ സഹിതം പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ആ കുട്ടി സ്കൂളിലൊക്കെ പോകുന്ന സമയത്തേക്ക് നിന്റെ ഉമ്മ ഇങ്ങനെ പോയതല്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് ആ കുട്ടിക്ക് കേൾക്കേണ്ടി വരിക. അല്ലെങ്കിൽ ഈ പോയേക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ ഭാര്യ മക്കളുണ്ടല്ലോ, അവർ പുറത്തിറങ്ങി നടക്കുന്ന സമയത്തേക്ക് ഇത്തരത്തിൽ ആളുകൾ അവരുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവല്ലേ മറ്റേ ഒരുത്തേനും കൊണ്ട് അടിച്ചുകൊണ്ട് പോയെന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരിക. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടി വരുന്ന സമയത്തേക്ക് അവർക്കുണ്ടാക്കുന്ന കളിയാക്കലുകൾ, കുത്തുവാക്കുകളിലൊക്കെ ഇതിനെപ്പറ്റി ഇവരൊന്നും ചിന്തിക്കാറില്ല. ഇതാണ് നിങ്ങൾക്ക് ഒരാളുടെ ഒപ്പം ജീവിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുക. അതിനുശേഷമാണെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പോവുക. കാര്യങ്ങൾ ലീഗലി ഇവിടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. അതൊന്നും പറ്റാത്തൊരു രാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ളപ്പോൾ ഈ നാട്ടുകാരുടെയൊക്കെ മുന്നിൽ ഈ നാണക്കേട് ഉണ്ടാക്കിയിട്ട് മക്കൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും കൂടെ ഇങ്ങനെ ഈ പറയുന്ന ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിലൂടെ എല്ലാവരെയും കൂടെ കടന്നു പോകുന്ന തരത്തിലോട്ട് എല്ലാവരെയും കൂടെ നാണക്കേടിന്റെ വക്കിലോട്ട് തള്ളിയിട്ടിട്ട് എന്ത് കിട്ടാനാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.